എല്ലാവർക്കും നമസ്കാരം. നല്ല കുറുകിയ ചാറോടുകൂടി നല്ല രുചിയിലുള്ള ഒരു മീൻ മുളകിട്ടതാണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. രണ്ടും നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 4 മുതൽ 6 വരെ പച്ചമുളക് ചെറുതായി ഒന്ന് കീറി ചേർത്ത് കൊടുക്കാം. 20 മുതൽ 30 വരെ ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ വഴണ്ട് വരണം. കൊടംപുളിയാണ് ഈ കറിയിലേക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. 2 കഷ്ണം കൊടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തി വയ്ക്കാം. ഉള്ളി വഴറ്റിയതിലേക്ക് 2 തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നല്ലതുപോലെ വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവ് ബാലൻസ് ചെയ്യാനാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറിയതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ചാറ് വെച്ചിട്ട് തന്നെ മീൻ വേവിച്ചെടുക്കുക. ഇതിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് മീൻകറി തയ്യാറാക്കിയെടുക്കുക. നല്ല രുചിയാണ്. ചെറിയ തീയിലിരുന്ന് വറ്റി വരുന്ന മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്നായി വെന്തതിന് ശേഷം ലാസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു ഉലുവാപ്പൊടിയും മുകളിൽ വിതറുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.